അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 5% നിന്ന് 15% ഒരു കമ്പനി പോകുന്നു, മറ്റേ കമ്പനി 30% നിന്ന് 20% അവരുടെ റവന്യൂ ഗ്രോത്ത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഗ്രോത്തിന്റെ ഡയറക്ഷൻ താഴേക്കാണ് വരുന്നത്, ഗ്രോത്ത് കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് വേറെ കമ്പനിയുടെ ഗ്രോത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഡയറക്ഷൻ മുകളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അത് ഈ ഫിഗേഴ്സ് എല്ലാം, റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഗ്രോത്തിന്റെ റേറ്റ് ആണെങ്കിലും, അതല്ല ROE, ഇതുപോലെ നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെട്രിക്കുകളെല്ലാം നമുക്ക് നല്ല ഡയറക്ഷനിലേക്കായിരിക്കണം പോകേണ്ടത്. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂവിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 5% ഉള്ളതും 15% പറയുന്നു, 30% പറയുന്നു, ആ നമ്പേഴ്സിലല്ല, 5, 10, 15 എന്നുള്ള നമ്പേഴ്സിലല്ല, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്നുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ HDFC ബാങ്കിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്റ്റോക്കാണ്. അവരുടെ റവന്യൂ നോക്കുക, റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം നോക്കുക, ഏകദേശം 3.5 ലക്ഷം കോടിയാണ് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അവരുടെ പ്രോഫിറ്റ് നോക്കുക, ഏകദേശം 80,000-ഓളമാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 80,000 കോടി, അതാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ്. അതുപോലെ നമുക്കിപ്പോൾ റിലയൻസിന് നോക്കിയാൽ 10,000 കോടിക്ക് മുകളിലാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്, 10,000 കോടി. അവരുടെ പ്രോഫിറ്റ് ഏകദേശം 1 ലക്ഷം കോടി, 95,000 കോടികളാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് അതിനൊക്കെ കുറച്ച് അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഏഷ്യൻ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഏഷ്യൻ പെയിന്റ്സിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ 35,000, 40,000 കോടിയാണ് അവരുടെ റവന്യൂ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,000, 5,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇവരുടെയൊക്കെ ഫിഗേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഈ ഏഷ്യൻ പെയിന്റ്സിന് 4,000, 5,000 കോടി പ്രോഫിറ്റ്, അല്ലെങ്കിൽ HDFCയിലേക്ക് ആണെങ്കിൽ 80,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ്, റിലയൻസിന്റെ ആണെങ്കിൽ 1 ലക്ഷം കോടി അടുത്താണ് അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് എത്രയും വലിയ കമ്പനികളാണ്. ഇവരൊക്കെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ എന്താണ് റിട്ടേൺ തന്നെന്നുള്ള കാര്യം നമ്മൾ മാർക്കറ്റിൽ നോക്കുക. ഞാൻ ഇന്നലെ സംസാരിച്ച HDFC ബാങ്കിലാണെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. അത് നമ്മൾ ഏഷ്യൻ പെയിന്റ് എടുത്ത് നോക്കിയാൽ ഏഷ്യൻ പെയിന്റ്സ് 5 വർഷത്തെ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. റിലയൻസ് എടുത്ത് നോക്കിയാലും വലിയ റിട്ടേൺസ് ഒന്നുമില്ല, 5 വർഷം കൊണ്ട് ഒരു 30-40% താഴെയാണ്. അത് CAGR എടുത്തു കഴിഞ്ഞാൽ വളരെ, ഇതിപ്പോൾ ഞാൻ ടോട്ടൽ റിട്ടേൺ ആണ് പറഞ്ഞത്, അതിന്റെ CAGR ഇപ്പോൾ 30-40% ഉണ്ടെങ്കിൽ അതിന്റെ CAGR എടുത്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഫിഗേഴ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ കുറച്ച് കമ്പനികൾ നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചിട്ടുള്ള, നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുള്ള ഇപ്പോൾ സ്കൈ ഗോൾഡിന്റെ എടുത്ത് നോക്കാം. അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 6,000 കോടി മാത്രമേ ഉള്ളൂ അവർക്ക് റവന്യൂ. അവരുടെ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ്, ഈ ഒരു വർഷത്തെ റവന്യൂ ആണ് 6,000 കോടി എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 300 കോടിക്ക് താഴെ, ഏകദേശം 288 കോടിയുള്ള അവരുടെ ഈ ഒരു വർഷത്തെ ഫുൾ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിലയൻസിന് 95,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ 300 താഴെ കോടി മാത്രമേ ഉള്ളൂ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ V2 റീറ്റെയിൽ എടുത്ത് നോക്കി, അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 3,000 കോടിയുള്ള അവരുടെ ടോട്ടൽ റവന്യൂ. നമ്മൾ പറഞ്ഞ ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രോഫിറ്റ് ഉണ്ട്, 4,000-ന് മുകളിലുണ്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രോഫിറ്റ്. അവിടെയാണ് ഈ V2 റീറ്റെയിലിന്റെ റവന്യൂ 3,000 കോടിയുള്ളൂ. അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 150-160 കോടിയാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. ഈ രണ്ട് കമ്പനികളും കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ തന്ന റിട്ടേൺസ് ഒന്ന് നോക്കാം. സ്കൈ ഗോൾഡ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അവർ മെയിൻ ബോർഡിലേക്ക് വന്നതിന് ശേഷം, NSE BSEയിലേക്ക് വന്നതിന് ശേഷം, ആ ഒരു 2-3 വർഷം കൊണ്ട് അവർ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം 20 ടൈംസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ 20 ടൈംസ് ആണ് റിട്ടേൺ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ കണക്കാണ് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ V2 റീറ്റെയിലിൽ എടുത്ത് നോക്കിയാൽ, V2 റീറ്റെയിലിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം ഒരു 30 ടൈംസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളുടെ വലിപ്പം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, റിലയൻസും അല്ലെങ്കിൽ HDFC കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ തോന്നുക, ഈ 3-4 വർഷത്തിൽ റിലയൻസും HDFC ഒന്നും തന്നത്രയും പ്രോഫിറ്റ് ഒരിക്കലും